നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചിട്ട് ഫ്രീ ആയിട്ട് ചാനൽ ഒന്ന് സബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഓക്കെ, ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ചൈനീസ് ഷോപ്പിംഗ് സൈറ്റായ അലി എക്സ്പ്രസിനെ പറ്റിയാണ്. ഈ സൈറ്റിനെ പറ്റി കുറെ കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. സോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കാണാൻ നമ്മൾ ഈ വീഡിയോയിൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ നമ്മളെ കാർഡ് ഉപയോഗിച്ചിട്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നുണ്ട്. സോ നേരെ ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് അലിഎക്സ്പ്രസ് എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ വരും. നിങ്ങൾക്ക് ഫോണിലായാലും എൻ്റെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ കയറിയായാലും ആപ്പ് യൂസ് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പിലാണ് ക്രോം ബ്രൗസറിൽ അലിഎക്സ്പ്രസ് ടൈപ്പ് ചെയ്തിട്ട് നേരെ അലിഎക്സ്പ്രസിന്റെ ഹോമിലോട്ട് പോകും. സോ ഹോമിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഓഫറിന്റെ ചാകരകളെ കാണാൻ സാധിക്കാം. നമ്മളിപ്പോൾ ഒരു ന്യൂ യൂസർ ആയതുകൊണ്ട് തന്നെ അലിഎക്സ്പ്രസ് ഫസ്റ്റിന് ഒരു $5 ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. സോ $5 ഫ്രീ ആയിട്ട് തരണമെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. അലിഎക്സ്പ്രസിൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഫ്രീ ആണ്. നമ്മൾ സാധാ ഫ്ലിപ്പിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് വെക്കാം. സോ അത്രേ ഉള്ളൂ അലിഎക്സ്പ്രസിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ. നേരെ നമ്മളൊരു ഇഷ്ടമുള്ള പാസ്വേഡ്, ഇമെയിലിന്റെ പാസ്വേഡ് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു പാസ്വേഡ് എടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്താൽ നേരെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് കാണാം. നമുക്ക് കുറെ കാറ്റഗറീസ് ആണ്, അതായത് വളരെയധികം കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ ഇല്ലാത്ത സാധനം തന്നെ ഇല്ലാന്ന് പറയാം. ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. സോ നമുക്ക് നേരെ നമ്മളെ $5 കൂപ്പൺ അങ്ങോട്ട് നേരെ പോയിട്ട് നമുക്ക് എടുക്കാം. കൂപ്പൺ ഡയറക്റ്റ് എടുക്കാം. അക്കൗണ്ട് ഉണ്ടാക്കിയ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് കൂപ്പൺ ഗ്രാബ് ചെയ്തെടുക്കാം. സോ കൂപ്പൺ എടുക്കുന്നത് കുറെ റൂൾസ് ഒക്കെ ഉണ്ട്, ന്യൂ യൂസറിനുള്ള റൂൾസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് പോയി വായിച്ചിട്ട് ഒരു കാര്യമില്ല, വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിൽ പിന്നെ വേറെ കാര്യം പറയുന്നത്, നമ്മളിപ്പോൾ കൂപ്പൺ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ 24 hours കൂപ്പൺ നമ്മൾ യൂസർ ആയിരിക്കണം, അല്ലെങ്കിൽ ആ കൂപ്പണ് തള്ളിപ്പോകുന്നതാണ്. ഓക്കെ, നേരെ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങണം. അതിൽ കുറെ ഓഫേഴ്സ് ഉണ്ട്. MIന്റെ ഒക്കെ ഫോൺ, നമുക്ക് ഷവമിയുടെ ഫോൺ നേരെ അവരുടെ സൈറ്റിൽ കയറി എടുക്കാം. MIക്ക് ഒരു സ്റ്റോറുണ്ട്. ഇതിൽ ഒരുപാട് ഹോണറിന്റെ ഫോണിനൊക്കെ നല്ല ഓഫർ ഉണ്ട്. ഫോണൊക്കെ നല്ല ഓഫർ ഉണ്ട്. പക്ഷേ ഫോണൊക്കെ ഓർഡർ ചെയ്താൽ പണി കിട്ടും. കാരണം കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് കുറെ പോകും. അതുപോലെ തന്നെ കസ്റ്റംസ് പിടിച്ചേക്കുക, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാനിന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഞാൻ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ടോട്ടൽ $6 പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ട് $5 ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് $1 എൻ്റെ കയ്യിൽ നിന്ന് ചിലവാണുള്ളൂ. സോ നമുക്ക് നേരെ നമ്മളൊരു അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് അഡ്രസ്സിലാണ് നമുക്ക് ഷിപ്പ് ചെയ്യുന്നത് അഡ്രസ്സ് ആഡ് കൊടുക്കുക, കോൺടാക്ട് നെയിം, കൺട്രി, റീജിയൻ. സോ നമ്മൾ നേരെ ഫ്ലിപ്പിൽ ആമസോണിലൊക്കെ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ അഡ്രസ്സ് ആഡ് ചെയ്യുക, സിപ്പ് കോഡൊക്കെ ആഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നമുക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നത് പോസ്റ്റലായിരിക്കും പ്രൊഡക്റ്റ് ലഭിക്കുക. ചെറിയ ചെറിയ പ്രൊഡക്റ്റാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്.
അഡ്രസ്സൊക്കെ കറക്റ്റിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത അഡ്രസ്സിനെ നേരെ ഡിഫോൾട്ട് അഡ്രസ്സായിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ പോസ്റ്റൽ കോഡ് മൊബൈൽ നമ്പർ കറക്റ്റ് ആയാൽ മതി. നേരെ നമ്മൾ പോസ്റ്റ് ഓഫീസിലാണ് എത്താനുള്ളത്. സോ കറക്റ്റ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ എത്തിക്കോളും. നേരെ ഡിഫോൾട്ട് അഡ്രസ്സായിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി മാറിപ്പോയെന്നൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിന്. സോ നേരെ സ്ക്രോൾ ചെയ്ത് അപ്പ് പോയി കഴിഞ്ഞാൽ നേരെ പേയ്മെന്റ് മെത്തേഡിലേക്കാണ് നമുക്ക് കിട്ടുക. പേയ്മെന്റ് മെത്തേഡിൽ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത് കാർഡ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിസയുടെ കാർഡാണ്, ഫെഡറൽ ബാങ്കിന്റെ വിസയുടെ കാർഡാണ്. സോ കാർഡ് നമ്പർ CCV ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പേയ്മെന്റ് എടുക്കുക. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നേരെ നമുക്ക് ഏത് കാർഡ് വെച്ച് ആഡ് ചെയ്യുമ്പോൾ OTP കിട്ടും. പക്ഷെ ഇവിടെ OTP കിട്ടില്ല. സോ നമുക്ക് $5 ഇപ്പോൾ ഫ്രീ ആയിട്ട് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ഓക്കെ.